ശ്രീമതി സജിനി, ഇവിടെ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊന്നും കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ, കേരളത്തിൽ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ വ്യാവസായിക രംഗത്ത് എത്രമാത്രം പുതിയ സംരംഭങ്ങൾ വരുന്നു, ഇവിടെ എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അന്തരീക്ഷമുണ്ടോ? കിറ്റെക്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ അത് കേരളത്തിൽ മലയാളികൾക്ക് കൂടുതൽ പ്രയോജനകരമായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ശ്രീമതി സജിനി? ഇല്ല. കേരളത്തിലേക്ക് ഈ മേക്ക് ഇൻ ഇന്ത്യ നമ്മളെ രാജ്യമൊട്ടാകെ ആഘോഷിക്കുമ്പോൾ, ആത്മനിർഭരതയിലേക്ക് നമ്മളങ്ങനെ ഉത്സാഹത്തോടെ പാഞ്ഞടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ കാര്യം വളരെ നിരാശാജനകമാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന വനിതാ സംരംഭകരെ കുറിച്ച്, MSME സംരംഭകരെ കുറിച്ചൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരെല്ലാം ഉണ്ടല്ലോ മോദിജിയുടെ അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ഈ പദ്ധതിയിൽ ആകൃഷ്ടരായി അതിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ പുറത്ത് അവരുടേതായ ആ നാരീശക്തി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ നാരീശക്തിയുടെ പുറത്ത് ആ ഇനിഷ്യേറ്റീവിൽ അവർ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളും സംരംഭങ്ങളും ചെയ്യുന്നവരാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ അത്യാവശ്യമായിട്ടും കേരള സർക്കാർ നമ്മുടെ സംരംഭകർക്ക്, വ്യവസായികൾക്ക് സപ്പോർട്ട് കൊടുത്തേ പറ്റുകയുള്ളൂ. ഒന്ന്, ഈ ഫണ്ടിങ്. പല ബാങ്കുകളിലും ഇപ്പം നമ്മുടെ മുദ്ര ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം ആക്കിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ CGTMSE പോലെയുള്ള നിരവധി തരത്തിലുള്ള പദ്ധതികളുണ്ടെങ്കിൽ പോലും ഇതൊന്നും യഥാർത്ഥത്തിൽ അർഹമായ പദ്ധതികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം അത് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുവാൻ ഈ കേരളത്തിൻ്റെ സർക്കാരും ഉദ്യോഗസ്ഥ വൃന്ദവും ബാങ്കുകളും തയ്യാറാവണം. ഒരു പ്രത്യേകമായ ഒരു ഇനിഷ്യേറ്റീവ് അക്കാര്യത്തിൽ അവർക്ക് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഈ വ്യവസായ പാർക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. ഈ ഓരോ പാർക്കുകളിലും ചെന്ന് നോക്കണം, അവിടെ എത്ര യൂണിറ്റുകൾ അവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത്. മറ്റൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ഏറ്റവും പ്രതിഷേധത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തോടും കേരളത്തിലെ സർക്കാരിനോടും കേരളത്തിലെ വ്യവസായ മന്ത്രിയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിരവധി വ്യവസായ സംരംഭങ്ങൾ, വനിതാ വ്യവസായ സംരംഭങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, വ്യവസായ സംരംഭം സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസായ കേന്ദ്രങ്ങൾ എറണാകുളത്തെ കാക്കനാട് ഉൾപ്പെടെ തുടങ്ങിയെങ്കിലും ഇതെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവരെന്തിനു വേണ്ടിയാണ് ഇത് തുടങ്ങിയതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് വനിതാ സംരംഭകരും വനിതാ പ്രവർത്തകരും ഒക്കെ നേരിട്ട് P. രാജീവ് ഉൾപ്പെടെ ഉള്ളവരോടും വ്യവസായ കേന്ദ്രത്തിൻ്റെ ഉടമകൾ അധികൃതരോടും യഥാർത്ഥത്തിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഉൾപ്പെടെ നമ്മൾ പോയി കണ്ടുവെങ്കിൽ പോലും, സംസാരിച്ചെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു ശാശ്വത പരിഹാരവും ഉണ്ടായിട്ടില്ല. സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യവുമില്ല. പിന്നെ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായ മേഖലയിൽ വി ഹാവ് ടു ടാപ്പ് ദ അൺടാപ്ഡ് സെക്ടർ. ടാപ്പ് ദ അൺടാപ്ഡ് സെക്ടർ എന്നുള്ളതാണ്. അത് ടൂറിസം തന്നെ ഒന്നാണ്. ആ ടൂറിസം രംഗത്തെ അത് കുറച്ചുകൂടെ ഫാം ടൂറിസവും ഗ്രാമീണ ടൂറിസവും ഒക്കെ ആക്കുകയും നമ്മുടെ ഈ കാർഷികോൽപ്പന്നങ്ങളുണ്ടല്ലോ അതിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ധാരാളമായിട്ട് ഗ്രാമങ്ങളിൽ ഉണ്ടാവുകയും ആ യൂണിറ്റുകൾ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്ഡ് പ്രൊഡക്ട്സിനെ ഈ വരുന്ന ടൂറിസ്റ്റുകളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ വ്യവസായത്തെ, നമ്മുടെ സംരംഭകരെ, നമ്മുടെ ഉൽപ്പന്നങ്ങളെ രാജ്യത്തൊട്ടാകുകയും അത് ആഗോള തലത്തിലും കൂടെ എത്തിക്കാനുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ്, മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള, ഡിജിറ്റൽ ഇന്ത്യ പോലെയുള്ള ഇനിഷ്യേറ്റീവുകൾ, മനോഹരമായ ഇന്നോവേഷൻസ് രാജ്യം നടപ്പാക്കുമ്പോൾ, മോദി സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ അടുത്തെങ്ങും എത്തുവാനുള്ള ഒരു ആത്മാർത്ഥത കേരളത്തിലെ സർക്കാർ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ സമുദ്ര സമ്പത്ത് എന്ന് പറയുന്നത്. കേരളത്തിന്റെ തീരപ്രദേശം, ആ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ആ സമ്പത്ത് എന്തുകൊണ്ട് ഇവിടെ ഈ തീരദേശങ്ങൾ തോറും പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടാക്കുകയും അതിനെ ഒരു ടൂറിസം വില്ലേജ് ഒക്കെ ആക്കി മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് അത്തരത്തിലുള്ള വ്യവസായങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഇവിടുത്തെ ടൂറിസം മിനിസ്റ്റർ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ വ്യവസായ വകുപ്പ് തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെയധികം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം ആശയങ്ങളിൽ കൂടി ഭാരതം രാജ്യം വലിയ നേട്ടം കൈവരിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശതമാനത്തിലേക്ക് പോലും എത്താൻ നമ്മുടെ സംസ്ഥാനത്തിനാകുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്.